ഹലോ സ്റ്റുഡൻസ്, റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന സംശയമാണ് സർട്ടിഫിക്കറ്റ് എന്ന് വരുമെന്നത്. NIOS 2024 ഏപ്രിൽ ബാച്ച് എക്സാം എഴുതിയ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. നമ്മൾ ഗൂഗിളിൽ ഡിജി ലോക്കർ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ഒത്തിരി ഓപ്ഷൻസ് വരും. ഇതിൽ ഡിജി ലോക്കർ സൈനപ്പ് കൊടുക്കുക കേട്ടോ. ഓൾറെഡി നമ്മൾ മുന്നേ സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഇന്നാണ് കൊടുക്കാനുള്ളത്. അതായത് നമ്മുടെ പിന്നും ഒരു യൂസർ നെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ കൊടുക്കുക. ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഡിജി ലോക്കർ സൈനപ്പ് എടുക്കുക കേട്ടോ. സൈനപ്പ് എടുക്കുമ്പോഴത്തേനും ഇതുപോലൊരു വിൻഡോ വരും. ഈ വിൻഡോയിൽ നമ്മൾ അതായത് ഇവിടെ പേര് കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ പേര് എന്താണെന്ന് വെച്ചാൽ പേര് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുന്നു. മൊബൈൽ നമ്പർ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിട്ട് അതിനുശേഷം നമ്മളിതാ ഇവിടെ ഒരു സെക്യൂരിറ്റി പിൻ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പാകത്തിനുള്ള ഏതെങ്കിലും ഒരു നമ്പർ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം നമ്മളിത് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇതുപോലൊരു വെരിഫൈയിങ് മൊബൈൽ OTP വരും. ഓക്കെ, നമ്മൾ അതിനുശേഷം വന്നിട്ടുള്ള OTP ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ ആധാർ നമ്പറാണ് കൊടുക്കാൻ ചോദിക്കുന്നത്. അപ്പോൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അപ്പോൾ വീണ്ടും നമ്മുടെ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ OTPയും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതുപോലൊരു വിൻഡോ വരും. ഓക്കെ, അപ്പോൾ ഈ വിൻഡോയിൽ ഹോം പേജ് ഉണ്ട്, ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ്, സെർച്ച് ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സെർച്ച് ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് വരും. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇങ്ങനെ പോകുമ്പോൾ ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ്, ഇതാണ് നമ്മൾ നോക്കാനുള്ളത്. എഡ്യൂക്കേഷൻ ആൻഡ് ലേണിങ്ങിൽ വ്യൂ ഓൾ കൊടുക്കുമ്പോൾ ഒത്തിരി സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് ആൽഫബറ്റ് ഓർഡറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് എടുക്കാനുള്ളത്. അപ്പോൾ അത് നോക്കുക. ഇവിടെ കണ്ടോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, ഇതാണ് ഇതിൻ്റെ സിമ്പൽ വരുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ SSLC ആണെങ്കിൽ അങ്ങനെ, +2 ആണെങ്കിൽ അങ്ങനെ, അതിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ്, മൈഗ്രേഷൻ, പാസിംഗ് സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ മാർക്ക് ഷീറ്റ്, ഇത്രയും കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ പേര് ചോദിക്കും. പേര് കഴിഞ്ഞിട്ട് ഓൾറെഡി നമ്മുടെ പേര് ഇതിലുണ്ടാവും. അതിനുശേഷം റോൾ നമ്പർ, അതായത് നിങ്ങളുടെ ID കാർഡിലുള്ള NIOSൻ്റെ എൻറോൾമെൻറ്റ് നമ്പറും എക്സാം എഴുതിയ ഇയറും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് ഡോക്യുമെൻറ്റ് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്.